നമസ്കാരം. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ വികാരത്തെ ഇളക്കിവിട്ടത് വെറുമൊരു വാഗ്ദാനത്തിന്റെ കഥയല്ല. ആ വാഗ്ദാനത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നതാണ് ഇന്ന് കേരളം ചോദിക്കുന്നത്. മെസ്സിയുടെ പേര് പോലും ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച, കബളിപ്പിച്ച രാഷ്ട്രീയ സ്വകാര്യ ഇടപാടുകൾ ആർക്കു വേണ്ടിയായിരുന്നു? സ്വകാര്യ സ്ഥാപനമായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ ഇത്രയും സജീവമായി ഇടപെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? കലൂർ സ്റ്റേഡിയം പോലൊരു പൊതുസ്വത്ത് ഉപയോഗിക്കാൻ ആവശ്യമായ സാമ്പത്തിക സുരക്ഷയും ബാങ്ക് ഗ്യാരണ്ടിയും പാലിക്കാതെ ആരുടെ സമ്മർദ്ദത്തിലായിരുന്നു ചട്ടങ്ങൾ മറികടന്നത്? ആരുടെ താല്പര്യമാണ് സർക്കാർ സംരക്ഷിച്ചത്? അന്നത്തെ പിണറായി സർക്കാരും ഇടതുമുന്നണിയും മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും മറുപടി പറഞ്ഞു തീരൂ. എന്തൊക്കെയായിരുന്നു അനുമതികൾ? എന്ത് സാമ്പത്തിക സുരക്ഷയാണ് ഉറപ്പാക്കിയത്? ആരാണ് തീരുമാനങ്ങൾ എടുത്തത്? സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്? കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ വികാരം ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിലുള്ള ഉപകരണമല്ല. മെസ്സിയുടെ പേര് പറഞ്ഞ് ജനങ്ങളുടെ ആവേശം മുതലെടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കണക്ക് പറയേണ്ടി വരും. സർക്കാർ സംവിധാനങ്ങൾ ആരുടെ താല്പര്യത്തിനാണ് ഉപയോഗിച്ചത് എന്ന് കേരളം ചോദിക്കും. ഇത് ഫുട്ബോളിൻ്റെ മാത്രം ചോദ്യമല്ല, ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചോദ്യമാണ്. സ്വാഗതം ബിഗ് ന്യൂസിലേക്ക്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ വൈശാൽ കല്ലാട്ട്, LDF പ്രതിനിധി ശ്രീ വെമ്പായം നസീർ, കായിക ലേഖകൻ ശ്രീ അൻസാർ എസ് രാജ് എന്നിവരാണ്. മെസ്സിയെ പോലെയുള്ള വലിയ താരത്തെ ഇവിടെ കൊണ്ടുവരുന്നത് വലിയ കാര്യം തന്നെയാണ്. അതിന് ശ്രമം നടത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കണം. പക്ഷേ എന്തിനാണ് ജനങ്ങളോട് കള്ളം പറഞ്ഞത് എന്നുള്ള ചോദ്യമാണ്. ഈ ഫിഫയുടെ അനുമതി ഇല്ലാതെ ഒരു അന്താരാഷ്ട്ര ടീമിന് കേരളത്തിൽ വന്ന് കളിക്കാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഫിഫയുടെ അനുമതിയില്ല, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അനുമതിയില്ല. ഇതൊന്നുമില്ലാതെ ഞങ്ങളതാ മെസ്സിയെ കൊണ്ടുവരുന്നേ എന്ന് പറഞ്ഞ് കായിക മന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹം അയച്ച ഇമെയിൽ രേഖകളുമൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നുണ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്? അല്ല, പറഞ്ഞു പറ്റിച്ചതൊന്നുമല്ല. അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊന്നുമല്ലല്ലോ. മെസ്സിയെ കൊണ്ടുവരാം, അതുകൊണ്ട് മൂന്നാമതും നിങ്ങൾ LDFന് വോട്ട് ചെയ്യണം, പിണറായിയെ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾ അംഗീകരിക്കണം, മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ വരും, അത് മെസ്സിയെ കൊണ്ടുവരാം, മെസ്സിക്കൊരു വോട്ട് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. LDF സർക്കാർ അങ്ങനെ പറഞ്ഞോ? പ്രകടന പത്രികയിൽ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ് വോട്ട് വാങ്ങിയോ? അതാണ് പറ്റിപ്പെന്ന് പറഞ്ഞത്, അതാണ് ചതിയെന്ന് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് സംസ്ഥാന സർക്കാരിന് ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ അത് കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഈ കേന്ദ്ര കായിക ധന മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെയാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കേന്ദ്ര കായിക ധന മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ കേന്ദ്ര കായിക ധന മന്ത്രാലയവും ആവുന്നത്ര ശ്രമിച്ചു കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അനുമതി ലഭിച്ചിട്ടില്ല. ഉണ്ട്. ആരാണ് പറഞ്ഞത്? ഇല്ല, അങ്ങേക്ക് ഈ ഫ്ലോറിൽ ഇല്ല സാർ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു അനുമതി അവിടെ ലഭിച്ചിട്ടില്ല. ഫിഫയുടെ അനുമതി ലഭിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടെയാണ്, ആരെയാണ്? സാർ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറ്. അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറെ കണ്ടുപിടിക്കാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? സ്പോൺസറും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ സ്റ്റേജ് ഒരുക്കി കൊടുക്കാനാണ് തയ്യാറായത്. എന്റെ ചോദ്യം അതാണ്, ഈ സ്പോൺസർ നിങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? സ്പോൺസറെ കണ്ടെത്തിയതിന്റെ ഈ പറയുന്നത് പോലെ മാനദണ്ഡം എന്തായിരുന്നു? മാനദണ്ഡം അങ്ങേക്ക് അറിയാമല്ലോ. ഇല്ല, എനിക്കറിയില്ല. സ്പോൺസറെ കൊണ്ടുവരാനുള്ള മറ്റു രാജ്യങ്ങൾക്ക് എത്തിക്കുന്ന സ്പോൺസർ, ഇതുപോലെ മെസ്സിയെ പോലത്തെ ലോകം അറിയപ്പെടുന്ന ഒരു കളിക്കാരനെ മറ്റു രാജ്യങ്ങളിലൊക്കെ എത്തിക്കുന്ന സ്പോൺസർ കേരളത്തിലേക്കും കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. നടക്കാതെ വന്നുപോയി. ചോദിച്ചത് നമുക്കൊരു സ്പോൺസർ വേണം, സമ്മതിച്ചു. സ്പോൺസർ തിരഞ്ഞെടുത്ത മാനദണ്ഡം എന്തായിരുന്നു? അതാണ് എന്റെ ചോദ്യം. അത് മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ മെസ്സിയെ എത്തിക്കുന്ന സ്പോൺസറാണ്. മറ്റ് സംസ്ഥാനത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ മെസ്സിയെ എത്തിക്കുന്ന സ്പോൺസറാണ് ബന്ധപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ സാറേ 10 പൈസയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടില്ല. അത് ഇന്നിപ്പോൾ വാർത്ത പല ചാനലിലും വാർത്ത വരുന്നത് ഞാൻ ഇപ്പോൾ കണ്ടിട്ടാണ് വരുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടം, കോടികളുടെ നഷ്ടം, ഖജനാവിൽ നിന്ന് പൈസ എടുത്തു. അതൊക്കെ പച്ചക്കള്ളമാണ്. ഈ ചാനലുകാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ നുണകൾ പറയുന്നത്? നിങ്ങൾ ജയ്ഹിന്ദ് ചാനലും പറയുന്നുണ്ട് കോടികൾ നഷ്ട, ലക്ഷങ്ങൾ നഷ്ടം. അങ്ങനെ ഒരു നഷ്ടവും അബ്ദുറഹ്മാൻ കായിക മന്ത്രിയുടെ കയ്യിൽ നിന്നായിട്ടില്ല, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്നായിട്ടില്ല, സംസ്ഥാന ഖജനാവിൽ നിന്നായിട്ടില്ല, ജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. മെസ്സിയെ കൊണ്ടുവരാം, മെസ്സിയുടെ കളിതാ മലപ്പുറത്ത് നടക്കുന്നു, അല്ലെങ്കിൽ കോഴിക്കോട് നടക്കുന്നു, തിരുവനന്തപുരത്ത് മെസ്സി നിങ്ങളെ കാണാൻ വരുന്നു. ഒരാളിന് 500 രൂപ ടിക്കറ്റ്,
ഒരാളിന് 1000 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ടിക്കറ്റിന് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ചോ? പാസ് സംസ്ഥാന സർക്കാർ പാസ് അടിച്ച് അത് ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങി ഇതാ മെസ്സി ഇപ്പോൾ ആൾക്കാരെല്ലാം ജനങ്ങളെല്ലാം തള്ളിക്കയറി 500 ടിക്കറ്റാണ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ 1000 രൂപ ടിക്കറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ. പക്ഷേ മെസ്സി വന്നില്ല. മെസ്സി വരും വന്ന് ടിക്കറ്റ് ആൾക്കാർ കയറിയത്. അവിടെയാണ് സംസ്ഥാന സർക്കാർ പറ്റിച്ചു എന്ന് പറയുന്നത്. മെസ്സി വന്നില്ല, അതാണ് ചതി, അതാണ് അതുണ്ടായിട്ടില്ലല്ലോ. അതുണ്ടായിട്ടുണ്ടോ സാർ? അതുണ്ടായിട്ടുണ്ടോ? ഒരു നിമിഷം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകി എന്നാണ് ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര രൂപ? 126 കോടി രൂപ. പക്ഷേ ഈ പണം അടച്ചതിൻ്റെയോ ടീം കൈപ്പറ്റിയതിൻ്റെയോ ഒരു രേഖയും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. അല്ല, ഒരു നിമിഷം. എവിടെ അടച്ചു? അങ്ങനെ അടച്ചു എങ്കിൽ അതിന്റെ രേഖ ഇവിടെ വേണ്ടേ? എവിടെ? അതാണ് ഞാൻ പറഞ്ഞത്. രേഖയില്ല. ടീം കൈപ്പറ്റിയതിന്റെ രസീതില്ല. വിദേശ നാണയ ഈ പറയുന്നത് പോലെ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ, അല്ലെങ്കിൽ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നത് ആ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS ഒരു റിപ്പോർട്ട് അങ്ങോട്ട് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറയുന്നത്. സാർ, അങ്ങ് പറയുന്നത് പോലെ മെസ്സി ഇവിടെ വന്നില്ല, അല്ലെങ്കിൽ മെസ്സിയെ വന്നതിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞതിൽ ഒരു കള്ളത്തരവും ഞങ്ങൾ കാണിച്ചില്ല എന്നൊന്നും അങ്ങേക്ക് പറഞ്ഞൊഴിയാൻ പറ്റില്ല. അങ്ങേക്ക് വിജയിക്കാൻ വേണ്ടി പറയാം. പക്ഷേ സ്പോൺസറെ തെരഞ്ഞെടുത്തത് മുതൽക്ക് തന്നെ ആരുടെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ നിഗൂഢ താല്പര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ, ഒരു കാര്യത്തിനും സുതാര്യതയില്ല. ഈ നിങ്ങളാണോ ഈ പറയുന്നത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്? മിസ്റ്റർ ലെജൻ, ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, താങ്കൾ തന്നെ പലവട്ടം പറഞ്ഞു, ലക്ഷങ്ങളും കോടികളും വാങ്ങിയതായിട്ട് തെളിവില്ല. അതിനുള്ള ഞാൻ പറയാം, ഹാജരാക്കോ? അല്ല, ഒരു നിമിഷം. ഹാജരാക്കാനൊന്നുമില്ല. കായിക മന്ത്രി നടത്തിയ വിദേശയാത്ര 13 ലക്ഷം രൂപ ഈ പറയുന്നത് പോലെ അബ്ദുറഹ്മാന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നോ കൊണ്ടെടുത്തതല്ല, നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്തതാണ് ഈ 13 ലക്ഷം രൂപ. അതിന്റെ രേഖകൾ പുറത്തു വരുന്നു. അത് ആര് ഉത്തരം പറയും? കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി 13 ലക്ഷം രൂപ മുടക്കി പോയെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങ് ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. അല്ല, എനിക്കറിയാൻ 13 ലക്ഷം രൂപ മുടക്കി കുറിച്ച് ഒരു ധാരണയും ഇല്ല അങ്ങേക്ക്. അങ്ങ് എന്താണ് പറയുന്നത്? 13 ലക്ഷം രൂപ 13 ലക്ഷം രൂപ അദ്ദേഹം സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് ഈ പറയുന്നത് പോലെ വിദേശയാത്ര നടത്തി. അത് നമ്മുടെ അബ്ദുറഹ്മാൻ അന്ന് ഈ ചിത്രങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ കാണിച്ചല്ലോ. എന്നിട്ട് എന്താണ് പറഞ്ഞത്? മെസ്സി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയല്ലോ. എന്നിട്ട് ഈ മന്ത്രി നടത്തിയ യാത്ര, അതിന്റെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് സുതാര്യതയാണ് സാർ ഉണ്ടായിരുന്നത്? ആരോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ യാത്ര നടത്തിയത്? ആരോട് പറഞ്ഞിട്ടാണ് ഈ 13 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലല്ല, സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും, അതായത് ഞാനും താങ്കളും അടക്കമുള്ള ആളുകൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് 13 ലക്ഷം രൂപ എന്തടിസ്ഥാനം? സാർ, മന്ത്രിമാർ അബ്ദുറഹ്മാൻ മാത്രമല്ല, മന്ത്രിമാർ വിദേശയാത്ര നടത്തുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് യാത്ര നടത്തുന്നത് അത് നിങ്ങളുടെ സർക്കാരിന് എന്നാലും ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ 13 ലക്ഷം രൂപ എന്തടിസ്ഥാനത്തിൽ എടുത്തു? സാർ, ഇവിടെ ഇല്ലാത്തൊരു കരാറിന് വേണ്ടി എന്തിന് അദ്ദേഹം 13 ലക്ഷം രൂപ ചെലവാക്കി പറഞ്ഞ ഒരു വിദേശയാത്ര നടത്തി? സാർ, ഇവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി വിദേശയാത്ര ഇനി നടത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ മന്ത്രിമാർ വിദേശയാത്ര നടത്തില്ല എന്ന് പറയാൻ പറ്റുമോ? മന്ത്രിമാർ വിദേശയാത്ര നടത്തും. ദയവ് ചെയ്ത് അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ നേരിട്ട് ഉത്തരമുണ്ട്, കൃത്യമായ ഉത്തരമുണ്ട്. 13 ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്നും പുറത്തെടുത്തു, അത് ചെലവാക്കുകയും ചെയ്തു. ഈ പൊതുപണം ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്നു അങ്ങ്. എന്തടിസ്ഥാനത്തിൽ? വിദേശയാത്ര നടത്തുന്നത് ആദ്യമായിട്ടല്ല. എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വിദേശയാത്ര നടത്തും. മെസ്സി വരില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളയാളാണ് ശ്രീ അബ്ദുറഹ്മാന്. ബോധ്യമുണ്ട്. പിന്നെ ആർക്ക് വേണ്ടി അദ്ദേഹം ഇതൊക്കെ നടത്തി? ഈ ക്രയവിക്രയങ്ങൾ നടത്തിയത് ആർക്കാണ്? ഇന്നത്തെ പുതിയ ആരോപണം വന്നിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം എന്നാണ് പുതിയ ആരോപണം. ആരോപണമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, യൂത്ത് ലീഗ് അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുകയാണ്. അതെ, യൂത്ത് ലീഗുകാര് നിങ്ങളുടെ രണ്ടാമത്തെ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം ഘടകകക്ഷി യൂത്ത് ലീഗും മുസ്ലിം ലീഗും കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കും. അത് ആവിയായി പോവും. ഞാൻ വരാം. ശ്രീ വൈശാൽ കല്ലാട്ട് ഈ പറഞ്ഞതുപോലെ മെസ്സിയെ കൊണ്ടുവരും
എന്ന് പറഞ്ഞ് തുടക്കം മുതൽക്ക് തന്നെ പ്രചരണം നടത്തിയത് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. കൊണ്ടുവരട്ടെ, എല്ലാ കായിക പ്രേമികളും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. അപ്പോഴും മറുവശത്തുണ്ടായിരുന്നു, ഈ കൊണ്ടുവരുന്ന കോടികൾ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ കായിക സംവിധാനങ്ങൾ നമുക്ക് മികച്ച രീതിയിൽ കൊണ്ടുവരാമായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ശരി, മെസ്സി വരട്ടെ. പക്ഷെ മെസ്സിയും വന്നില്ല, അർജന്റീനൻ ടീമും വന്നില്ല. ഈ പറഞ്ഞതുപോലെ തുടക്കം മുതൽക്ക് അടിമുടി ദുരൂഹത. ഏറ്റവും ഒടുവില വന്നിരിക്കുന്ന ആ റിപ്പോർട്ട് പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തന്നെ കണ്ണും തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ സാഹചര്യം വരികയാണ്. എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? കേരളത്തിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും അതേപോലെയുള്ള മെസ്സിക്കും ഒക്കെ തന്നെ നമ്മൾ, അതായത് അർജന്റീനയിലുള്ളതിനേക്കാൾ കൂടുതൽ ആരാധകരുള്ള ഒരു സ്ഥലമാണ് കേരളം. 2022 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ അകത്ത് മെസ്സിയുടെ ഫ്ലെക്സും കട്ടൗട്ടും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗികമായ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും അതേപോലെ തന്നെ അവരുടെ ട്വീറ്റ് ചെയ്യുന്നത് തൊട്ടാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തുടങ്ങുന്നത്. നമുക്കറിയാം, ആ സമയത്ത് കേരളത്തിലെ കായിക വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ എല്ലാ മാധ്യമങ്ങളും മുന്നിൽ നിന്ന് നമ്മോട് പറഞ്ഞതാണ്, കേരളത്തിന്റെ അകത്തേക്ക് മെസ്സി വരും. ആ മെസ്സി വരും എന്ന് അദ്ദേഹം പറയുമ്പോൾ കേരളത്തിലെ എല്ലാ കായിക പ്രേമികളും വളരെയധികം ആഘോഷത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെയൊക്കെ തന്നെ വരവേറ്റുള്ളത്. ഞങ്ങൾക്കും അക്കാര്യത്തിൽ പ്രയാസമൊന്നും തോന്നിയില്ല. കാരണം കേരളത്തിന്റെ അകത്തേക്ക് വേൾഡ് കപ്പ് നേടിയ ഒരു ടീം, ആ ടീം വന്ന് കേരളത്തിന്റെ അകത്ത് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരവസരം. അത്തരം അവസരം ലഭിക്കുമെന്നാണ് എല്ലാവരും. പക്ഷേ ഇതിന്റെ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ച് അന്നത്തെ പ്രതിപക്ഷവും യുവജന സംഘടനകളും അതേപോലെ തന്നെ കായിക വിദഗ്ധരുമെല്ലാം തന്നെ അതിനെപ്പറ്റി വിശദമായി ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം അന്ന് സമയത്തെ കേരള ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട കായിക വകുപ്പും അതേപോലെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ സ്വീകരിച്ചു. അവിടെയാണ് നമുക്കൊക്കെ തന്നെ സംശയം വരുന്നത്. ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റുമില്ലാതെ, ഒരു തരത്തിലുള്ള രേഖകളുമില്ലാതെ എങ്ങനെയാണ് അർജന്റീന പോലെയുള്ള ഒരു വലിയ വേൾഡ് കപ്പ് ജേതാക്കളായുള്ള ആളുകൾ കൊച്ചു കേരളത്തിന്റെ അകത്തേക്ക് വരുന്നത് എന്നുള്ള ചോദ്യം അന്ന് കേരള സമൂഹം ഉന്നയിക്കാൻ തുടങ്ങിയതാണ്. എന്തെങ്കിലും നമുക്കറിയാം, കേരളവും അതേപോലെ കേരളം, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന കേരളമാണല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഇടപാടുകൾ നടക്കുമ്പോഴും കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ കൃത്യമായ കരാറുകളോ ഇല്ലാതെ ഒരു തരത്തിലുള്ള ഇടപാടുകളും നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ സമയത്തൊക്കെ തന്നെ ഇതേപോലെയുള്ള ഒരു വലിയ ഫുട്ബോൾ ഫെഡറേഷന്റെ ടീം വരണമെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയുന്നത്, ആദ്യം തൊട്ടേ ആദ്യം നമുക്ക് മെസ്സി വരുമെന്ന വാഗ്ദാനം നമുക്ക് തരുന്നത് തൊട്ട് ഇതിൽ വലിയ തോതിലുള്ള അഴിമതിക്കും വലിയ തോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എറണാകുളത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗോട്ടൻ ഗ്ലോബൽ എന്ന് പറയുന്നു അതിനകത്ത് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതിന്റെ 20 ദിവസം മുമ്പ് മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ മൂലധനം കേവലം 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ മൂലധനം വരുന്ന ഒരു സ്ഥാപനത്തിന് അർജന്റീന പോലുള്ള ഒരു ടീമിനെ കേരളത്തിന്റെ അകത്തേക്ക് എത്തിക്കാനോ മെസ്സിയെ പോലുള്ള വലിയ താരത്തിന് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു മിഥ്യയായ ധാരണ എനിക്കില്ല. എനിക്കെന്തായാലും അക്കാര്യത്തിലോ എനിക്കോ ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയ്ക്കോ അന്ന് തന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ആ രീതിയിലുള്ള ഒരു നമ്മുടെ അസോസിയേഷനെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതാണ് സ്വീകരിച്ചത്. ഈ ഗോട്ടൻ ഗ്ലോബലിന്റെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഗോട്ടൻ ഗ്ലോബലിൽ നിന്ന് കരാറ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന കേരളത്തിന്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന വ്യക്തിയോട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാറുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ കേരളത്തിലെ GCDA നടത്തുന്ന കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം യാതൊരുവിധ കരാറിന്റെ അടിസ്ഥാനമില്ലാതെ ഇവർക്ക് അറ്റകുറ്റപ്പണികൾക്കായി നൽകുന്നു. ആ അറ്റകുറ്റപ്പണികളുടെ കാര്യം 70 കോടിയാണ്.
ആ 70 കോടി രൂപ അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോൾ അതിനും യാതൊരു വിധത്തിലെ കരാറുമില്ല. അവിടെ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രതിപക്ഷത്ത് ഇരിക്കുന്ന യുവജന സംഘടനകളോ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളോ ചോദിക്കുമ്പോൾ കേരളത്തിന്റെ അകത്തേക്ക് മെസ്സി വരുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളാണെന്ന് ചാപ്പ കുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് ആ സമയത്തൊക്കെ തന്നെ ഇവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിന്റെ അകത്തേക്ക് മെസ്സി കടന്നു വരുന്നതിനോ അർജന്റീന ടീം കടന്നു വരുന്നതിനോ ഈ നാട്ടിൽ സ്പോർട്സ് വളരുന്നതിനോ ഒന്നും നമ്മൾ എതിർത്തിട്ടില്ല. നമ്മൾ ഈ കേരള സർക്കാരുമായിട്ടുള്ള ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന കരാർ എന്താണ്, ആ കരാറിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് അന്നേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇന്ന് കായിക വകുപ്പ് സെക്രട്ടറിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട്, ആ അന്വേഷണ റിപ്പോർട്ടിൽ ദുരൂഹമായ കാര്യങ്ങളാണ്, യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത കുറെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കി പറയാൻ സാധിക്കും. ഇതിന്റെ അകത്ത് വിദേശ നാണയ വിനിമയ ചട്ടം, ആ ചട്ടം ലംഘിക്കപ്പെട്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇതിന്റെ അകത്തുണ്ട്. അങ്ങനെ 126 കോടി രൂപയുടെ ഒരു ഇടപാട് നടന്നെന്ന് പറയുന്നു. ആ നടന്ന ഇടപാട് എന്തിനാണെന്ന്, എങ്ങനെ നടന്നു, ഏത് തരത്തിൽ നടന്നു എന്നുള്ളത് ഇതിന്റെ അകത്ത് പറയുന്നില്ല. ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു സമീപനമാണ് അന്നത്തെ LDF സർക്കാരും കായിക വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. കായിക വകുപ്പ് മന്ത്രി ഒരു തവണയാണ് മെസ്സി വരുമെന്ന് പറഞ്ഞത്. കായിക വകുപ്പ് മന്ത്രി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആന്റോ ഓഗസ്റ്റിൻ എന്താ പറഞ്ഞത്? അന്നത്തെ പത്രമാധ്യമങ്ങളും അന്നത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാവും. കേരളത്തിന്റെ അകത്ത് മെസ്സി വന്നില്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെയും മെസ്സി വരില്ല. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ യാത്രയുടെ ഒരു AI വീഡിയോ അന്നത്തെ റിപ്പോർട്ടർ ചാനലിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെസ്സി എങ്ങനെയാണ് വരുന്നത്, മെസ്സി ഏത് ബസ്സിലാണ് കയറുന്നത്, മെസ്സിക്ക് ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്ത് വരെയാണ് ഈ പൊതു ഗതാഗത ചട്ടപ്രകാരമുള്ള യാത്ര സജ്ജീകരിക്കുന്നതാണ്. അങ്ങനെ വിശദമായ കാര്യങ്ങൾ. ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഇതൊക്കെ നടത്താൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ ഞങ്ങൾ നടത്താൻ ശ്രമിച്ചു, ഒരു നല്ല കാര്യം ശ്രമിച്ചു, അതിന് ഞങ്ങൾക്ക് കേരളത്തിന്റെ ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള പണം ചെലവഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക? ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി നടത്തിയ യാത്രകളെ കുറിച്ച് മുമ്പുള്ള ആള് പറഞ്ഞില്ലേ? ഇവിടുത്തെ അവതാരക തന്നെ സൂചിപ്പിച്ചതുപോലെ 13 ലക്ഷം ചെലവാക്കി മാഡ്രിഡിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടില്ലേ? അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ വിശദമാക്കാൻ മന്ത്രി തയ്യാറാവേണ്ട ആവശ്യമില്ലേ? അപ്പോ 70 കോടി രൂപയ്ക്ക് GCDയുടെ സ്ഥാപനം ഒരു ഇൻഷുറൻസ് ഇല്ലാതെ, അത് മറ്റ് കരാറുകളില്ലാതെ ഏത് തരത്തിലാണ് ഗവൺമെന്റ് നേരിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം? അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 125 കോടി രൂപ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയം നിർമ്മിക്കാമെന്നാണ് എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതേപോലെ നിർമ്മിച്ച് കളി നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ അകത്ത് 70 കോടി രൂപക്ക് എന്ത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി നടത്തിയതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ നടന്നാലും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, അവിടെ ഒരു മഴ നടന്നപ്പോൾ, നന്നായിട്ടൊരു മഴ പെയ്തപ്പോൾ മൊത്തമായി ചോർന്നൊലിക്കുന്ന ഒരു വീഡിയോ. അതൊന്നും ഞങ്ങളിവിടെ ഒരു ആരോപണത്തിന്റെ പേര് പറയുന്നതല്ല, നിങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരത്തില് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച് കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കപ്പെടുന്ന വലിയൊരു അട്ടിമറി ഇതിന്റെ അകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ അകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ആളുകൾ അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം ആ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ഈ പുകമറയ്ക്കുള്ളിൽ എന്തൊക്കെ നടന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരു തരത്തിലും ഈ അന്വേഷണം വിശദമായി നടത്താതെ, ഇത് പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണമാണ് കായിക വകുപ്പിന്റെ നേതൃത്വം നടന്നിട്ടുള്ളത്. കായിക വകുപ്പ് സെക്രട്ടറി ഇന്ന് കൊടുത്തുള്ള റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ടിനുള്ളിൽ തന്നെ ഇത്രത്തോളം അഴിമതികളും ആരോപണങ്ങളും ഉണ്ടെങ്കിൽ ഇതൊന്ന് കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കായിക വകുപ്പിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കും. കാരണം കായിക വകുപ്പിനകത്ത് തന്നെ ഈ വകുപ്പിന്റെ അധികൃതരൊന്നും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അർജന്റീന ഫെഡറേഷന് ഇതുമായി ബന്ധപ്പെട്ട ഇമെയിലുകളും മറ്റ് റിപ്പോർട്ടുകളും. കാരണം അർജന്റീന ഫെഡറേഷൻ ആകെ ഒരു ബ്രൗഷർ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയത്. ഒരു ബ്രൗഷർ,
നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടി ബ്രൗഷർ, ആ ബ്രൗഷറുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ തോതിലുള്ള പ്രചരണം നടക്കുകയാണ്. കരാറാണെന്ന് പറഞ്ഞ് ഒരു കരാർ നിർമ്മിക്കുമ്പോൾ ആ കരാറിന്റെ അകത്ത് ദിവസത്തെക്കുറിച്ച് സൂചനയുണ്ടാവും, സമയത്തെക്കുറിച്ച് സൂചനയുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട എത്ര പണം ചെലവാക്കുന്നു, എത്ര പണം സ്പോൺസർഷിപ്പിനെ കുറിച്ച് സൂചനയുണ്ടാവും. യാതൊരു വിധത്തിലുള്ള സൂചനയുമില്ലാത്ത ഒരു കരാർ, സാധാ രീതിയിലുള്ള ഒരു കരാർ മാത്രമാണ് ഇതിന്റെ അകത്ത് അവർക്ക് കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ സംശയത്തിന്റെ നേരിൽ ഇവിടെ നിർത്തുന്നതിന് സംശയത്തിന്റെ നേരിൽ നിർത്തുന്നത് മാത്രമല്ല, കൃത്യമായ ആരോപണങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. ശരി, ഞാനെങ്കിലേക്ക് വരും. ശ്രീ വെമ്പായം നസീർ, ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് ഒന്ന് രണ്ട് ഗുരുതരമായ കാര്യം, അതായത് ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട ആകെയുള്ള ചെലവായി കണക്കാക്കപ്പെട്ടിരുന്നത് 210 കോടി രൂപയാണ്. ഇതിൽ വരുമാനമായി കണക്കാക്കപ്പെട്ടത് 82 കോടി, അതായത് 128 കോടി രൂപയുടെ ഒരു അന്തരമുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ധനവകുപ്പിന്റെ അവലോകനം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു. നേരെ മറിച്ച് ഒരു സ്പോൺസർഷിപ്പ് പരിപാടിയിലേക്ക് പോവുകയാണ്. വലിയ ദുരൂഹത എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെയും തീർന്നില്ല, ഈ 15 മില്യൺ US$ വിദേശ വിനിമയം നടത്താൻ അനുമതി നൽകിയത് തന്നെ ആവശ്യമായ പരിശോധനകൾ നടത്തിയിട്ടില്ല, ആവശ്യമായ രേഖകളൊന്നുമില്ലാതെ ധൃതി പിടിച്ച് നടത്തുകയാണ്. നേരത്തെ ശ്രീ വൈശാൽ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥരുടെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലോ ഇല്ലാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, മുൻ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും എന്നിവരുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അതായത് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഉന്നത നേതൃത്വം അറിയേണ്ടവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംഘടിത കൊള്ള എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ആ റിപ്പോർട്ടിൽ കൃത്യമായി തെളിവുകൾ സഹിതം എഴുതി ചേർത്തിരിക്കുന്ന, കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ. ആര് തെളിവുകൾ എഴുതി ചേർത്ത്? തെളിവ് എവിടെ? തെളിവുണ്ടോ? ഇന്നാരാ ചോദിക്കുന്നത് പോലെ കൈ ഉയർത്തി കാണിച്ചിട്ട് ചോദിക്കുന്നത് പോലെ. സാർ ഒരു മിനിറ്റ്, ഇത് സാർ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ പ്രതിപക്ഷത്തിരുന്ന നിങ്ങൾ ഇപ്പൊ 3 മാസമായതിനു ശേഷം ഇപ്പൊ ഭരണത്തിൽ വന്നു. നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് മുൻ സർക്കാരിനെതിരെയുള്ളത് ആരോപണമായിട്ട് ജനം പുച്ഛിച്ചു തള്ളും. ജനം അങ്ങനെ കാണുകയുള്ളൂ. മുൻ സർക്കാരിനെതിരെ ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക, അന്വേഷിക്കുക, അഴിമതി എന്ന് പറയുന്നത് കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാർ ചെയ്യുന്നതാണ്. അത്തരത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ടോ സാർ എന്നാണ് കളി നടക്കുന്നത് എന്ന് അവർ മെസ്സിയെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര താരം കേരളത്തിലേക്ക് വരുമ്പോൾ ലഭിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അവരുടെ ഭാഗത്ത് നിന്നും ക്ലിയറൻസ് നൽകിയിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ കേവലം ഒരു ബ്രോഷർ മാത്രം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതാ മെസ്സിയും സംഘവും, അതായത് അർജന്റീനിയൻ ടീം ഇതാ കേരളത്തിലേക്ക് വന്ന് ഇവിടെ പരിശോധന നടത്തുന്നു എന്ന നിലയ്ക്ക് എന്തിനാണ് കബളിപ്പിച്ച് ഈ രേഖകളും അല്ലെങ്കിൽ പോലെ കാര്യങ്ങൾ വാങ്ങിയത്? ഇല്ല, അങ്ങനെയല്ല, കബളിപ്പിച്ചതല്ല. ഈ ചതി പറ്റിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ ടിക്കറ്റ് നിന്ന് പൈസയൊക്കെ വാങ്ങുക, പാസ്സൊക്കെ എടുത്ത് വന്നില്ല, അതാണ് ചതി എന്നൊക്കെ പറയും. ശ്രീ അങ്ങേക്ക് ഇതുവരെയും ആ കാര്യം മനസ്സിലായി. അതായത് ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പുറത്ത് ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇതാ സർക്കാരിന്റെ ഇടപെടലോടുകൂടെ വരുന്ന ഒരു പരിപാടി, സർക്കാരിന്റെ ഇടപെടലോടുകൂടെ മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി ഈ സ്വകാര്യ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു വഞ്ചനയുടെ കഥ. നിങ്ങൾ അന്വേഷിക്കോ? നിങ്ങൾ ഇന്നിപ്പോ ചാനലില് വാർത്ത വരുന്നുണ്ട്, NIA സ്പെഷ്യൽ ബ്രാഞ്ച്, അതുപോലെ പിന്നെ ED, SFIO ഒക്കെ അന്വേഷിക്കാൻ വീണ വിജയനെതിരെ ഉള്ള എല്ലാ കേന്ദ്ര അന്വേഷണങ്ങളും ഇപ്പോ ഈ മെസ്സിക്കെതിരെ ഉള്ള അന്വേഷണം നടത്തുന്നു വരട്ടെ, ED വരട്ടെ, അതുപോലെ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വരട്ടെ, ഇനി നിങ്ങൾ SFIO വരട്ടെ, ഏത് അന്വേഷണത്തിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അന്വേഷിക്കട്ടെ, ആരാണ് കള്ളം ചെയ്തത്, ആരാണ് കുറ്റം ചെയ്തത് കണ്ടുപിടിക്കണം. സാർ ഇവിടെ ഈ മെസ്സി ആരാണ്? സാർ മെസ്സി ആരാണ്? കേരളത്തിൽ ഇവിടെ കോഴിക്കോട് അങ്ങാടിയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ഒരു കളിക്കാരനാണോ? ലോകം അറിയുന്ന ഒരു വലിയൊരു താരം. 10 തവണ പറഞ്ഞാലും പോരാ.
മെസ്സി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയിലെ സഖാവല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ? ആ ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇമാതിരി ക്രമക്കേട് നടത്തില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 15 മില്യന്റെ ഈ ഒരു ക്രയവിക്രയം നടക്കുന്നു. അപ്പോഴും കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ കായിക മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട 11 കോടി രൂപ കൊടുത്തിട്ടില്ലെന്നേ. ആ 11 കോടി രൂപ കൊടുക്കാതെയാണ് ഈ മറ്റെല്ലാ കലാപരിപാടികളും അവിടെ ചെയ്തു കൂട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആരോടാണ് പ്രതിബദ്ധത? നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിനോടാണോ അതോ ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോടാണോ? നിങ്ങൾക്ക് ആരോടാണ് പ്രതിബദ്ധത ഉണ്ടായിരുന്നത്? ഇവിടെ എല്ലാ ചാനലുകളുടെ മുന്നിലും CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ഒഴിഞ്ഞങ്ങ് മാറി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു തരത്തിലുമുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടത്തിയിട്ടില്ല. നീക്ക് പോക്കും നടന്നിട്ടുള്ളതല്ല, സുതാര്യമായ രീതിയിൽ ആർക്കും അന്വേഷിക്കാം. വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ട് വന്ന് പറഞ്ഞു 10 പൈസയുടെ ചില്ലിക്കാച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നോ ഗതാഗതം നമുക്ക് ചെലവായിട്ടില്ല. മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. ഈ 13 ലക്ഷം രൂപ എവിടെ നിന്നായിരുന്നു? മന്ത്രി വിദേശയാത്ര നടത്തിയത് ഫുട്ബോൾ, അതായത് മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് എന്ന് പറഞ്ഞ് 13 ലക്ഷം രൂപ ഖജനാവിൽ നിന്നും എടുത്ത് വിദേശയാത്ര നടത്തിയത്. ആ പണം എവിടെ നിന്നായിരുന്നു? ഞാൻ അതിലേക്ക് വരാം. ഈ മെസ്സി എന്ന് പറയുമ്പോ മെസ്സി ഒന്ന് 12-ാം തീയതി കേരളത്തിൽ ഒരു പരിപാടി വന്നേക്കണേ എന്ന് പറയുമ്പോ വാടി വരാൻ മെസ്സി ആരാണ് നമുക്ക് അങ്ങനെ കേൾക്കില്ല. കാരണം അദ്ദേഹം നിങ്ങളുടെ പാർട്ടി ഒരു സഖാവൊന്നുമല്ല. അദ്ദേഹത്തിന് കൃത്യമായ ഫോർമാലിറ്റീസ് ഉണ്ട്. അർജന്റീന ടീമിനും ഈ പറയുന്ന പോലെ ലയണൽ മെസ്സിക്കും ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഇത് സഖാവെ ഇവിടെ ഒന്ന് കളിച്ചിട്ട് പോണേ എന്ന് പറഞ്ഞാൽ വരുന്ന ആളൊന്നുമല്ല മെസ്സി. അതിന് കൃത്യമായിട്ടുള്ള ഫോർമാലിറ്റി ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. അതല്ലാതെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് വലിയ ക്രയവിക്രയം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വഴിവിട്ട് സഹായം ചെയ്യുന്നതല്ല ഈ ജനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത. ലിജി അങ്ങ് തന്നെ പറഞ്ഞു, ഓടി വിളിക്കുമ്പോഴെല്ലാം ഓരോ രാജ്യങ്ങളും ഒന്ന് മെസ്സിയെ ഒരു ദിവസം കിട്ടാൻ എത്രയോ വർഷങ്ങളാണ് ബുക്ക് ചെയ്ത് കിട്ടുന്നത്. അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനം തെലങ്കാനയിൽ മെസ്സി വന്നു. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വന്ന് അദ്ദേഹം ആരാധകരുമായി കുറച്ച് സമയം ചെലവഴിച്ചു. അദ്ദേഹം തിരിച്ചുപോയി. ഈ പറയുന്നത് പോലെ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലായിടത്തും ഒരുപോലെയാണ് സാർ. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്തത് കൃത്യമായിട്ടുള്ള ഒരു കബളിപ്പിക്കൽ, വഞ്ചന എന്ന് പച്ച മലയാളത്തിൽ പറയും. അതാണ് സംഭവിച്ചത്. തെലങ്കാനയിൽ വന്നു. ഓക്കെ, തെലങ്കാന പോലെയാണോ നമ്മളെ സംസ്ഥാനം? നമ്മളെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു 14 ജില്ലയുള്ള വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മനസ്സിലായി? അവിടെ മെസ്സി തന്നെ വലിയ കാര്യമാണ്. തെലങ്കാനയോ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളെ കേരളം പോലത്തെ ഈ ചെറിയ ഒരു സംസ്ഥാനത്ത് മെസ്സിയെ പോലത്തെ വലിയൊരു സൂപ്പർ താരം വരുന്നത് വലിയ കാര്യമാണ്. പക്ഷെ മെസ്സിയെ കൊണ്ടുവരാൻ വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാർ ഒരുപാടുന്നത്ര ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നു, സ്പോൺസർ അവകാശപ്പെടുന്നത് ഞങ്ങൾ കൊണ്ടുവരുന്നു സർക്കാരിന്റെ പിന്തുണയോടെ എന്ന് പറയും. അല്ല, അതിനുശേഷം ഒരു ബ്രോഷർ വരുന്നു. ആ ബ്രോഷർ ഉപയോഗിച്ച് നിങ്ങൾ കേന്ദ്രത്തിന്റെ അടുത്ത് പോയി കുറച്ച് അനുമതികൾ നേടിയെടുക്കുന്നു. അതായത് അർജന്റീനിയൻ ടീം ഇവിടെ വന്ന് പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാം നേടിയെടുക്കുന്നു. അതിനിടയിൽ മന്ത്രി 13 ലക്ഷം രൂപ നടത്തി വിദേശയാത്ര നടത്തുന്നു. മാത്രവുമല്ല, ആ സമയത്ത് ഈ 15 മില്യൺ US$ ക്രയവിക്രയം ഈ പറയുന്നത് പോലെ സ്പോൺസറും അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി നടത്തുന്നു. പക്ഷെ ഇതൊന്നും തന്നെ മറ്റാരും അറിയുന്നില്ല. ഈ വകുപ്പ് തല മന്ത്രി അങ്ങ് പറയുന്നത് പോലെ വി അബ്ദുറഹ്മാൻ അദ്ദേഹം വിളിച്ചു ചേർത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹവും മുൻ ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ വിളിച്ചു ചേർത്ത യോഗം മറ്റാരും അറിയുന്നില്ല. ഈ രേഖകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ അങ്ങ് നീക്കുകയാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇതൊന്നും തന്നെ കരാറോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പോലും ഫെഡറേഷൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. സാർ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അർജന്റീനിയ ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലുള്ള ഇടപാടുകളാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര കായിക ധനമന്ത്രിയുടെ അനുമതിയൊക്കെ വേണം. അങ്ങ് പറയൂ, ഇതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ? സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ? നോക്കണ്ടേ സാർ? ഒറ്റ സെക്കൻഡ്. അത് അങ്ങയുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരുമല്ല സുരക്ഷ നോക്കുന്നത്, അത് നോക്കേണ്ടത് നോക്കുക. എന്റെ ചോദ്യം, ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ? സർക്കാർ ഒരു ശ്രമം നടത്തി. ഇവിടെ എനിക്ക് സ്പോൺസർ പറയുന്നു സ്പോൺസർ ആണ് ശ്രമം നടത്തിയെന്ന്, സർക്കാർ പറയുന്നു സർക്കാരാണ് നടത്തിയത്. സാർ ഞാൻ കഴിഞ്ഞോട്ടെ. ഇവിടെ ഈ സ്പോൺസറും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി. സ്റ്റേറ്റ് അതിനൊരു അവസരം കൊടുക്കാൻ സാർ ചെയ്തത്. ശരി ശ്രീ അൻസാർ, ഇവിടെ ഒരു നിമിഷം അവിടെ തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. ശ്രീ വെമ്പ നസീർ പണം കൊടുത്തതിന്റെയോ വാങ്ങിച്ചതിന്റെയോ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ തയ്യാറായി. ശ്രീ വെമ്പ നസീർ മനസ്സിലാക്കാതെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അല്ലാതെ ഒരൊറ്റ ചോദ്യത്തിനോ ഒരു കാര്യത്തിനോ ക്ലാരിറ്റി വരുത്താൻ അങ്ങ് പറയുന്നത്, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ സാർ. എന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. സത്യം, കുറച്ചെങ്കിലും നീതി പുലർത്താമല്ലോ. കുറച്ചെങ്കിലും നീതി പുലർത്താമല്ലോ സാർ. അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയും മറുപടി പറയാനല്ലല്ലോ നമ്മൾ വന്നത്. ശരി, നമ്മൾ LDF-ന്റെ ആൾക്കാരാണ്. അപ്പോ ഇവിടെ 13 ലക്ഷം രൂപയുടെ കാര്യം അങ്ങ് പറഞ്ഞു. ശരി, UDF ആണല്ലോ ഇപ്പൊ ഭരിക്കുന്നത്. നിങ്ങളാണ് ഇപ്പൊ മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിൽ ഇതിന്റെ പേരില് 13 കോടി രൂപ നിങ്ങൾ ചെലവാക്കും. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തും. മെസ്സിയും വരില്ല, മെസ്സിയുടെ ഡ്രൈവർ പോലും വരില്ല. ശരി, അതുകൊണ്ടാണ് 32 സീറ്റായി ഒതുങ്ങിയത്. ശ്രീ വെമ്പ നസീർ, ഒരു നിമിഷം. ഈ 32 ശ്രീ വെമ്പ നസീർ, ഈ 32 എന്താണ് ഒതുങ്ങി ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതേ നിലപാടാണ് പ്രശ്നം. ശ്രീ അൻസാർ, ഇവിടെ ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പല വിവരങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ 15 മില്യൺ US ഡോളർ ഒരു വിനിമയം നടക്കുകയാണ്. അപ്പോഴും 11 കോടിയോളം രൂപ സംസ്ഥാനത്ത് ചെലവഴിച്ചിട്ടില്ല. കൊടുക്കേണ്ട സമയത്താണ് ഈ പറയുന്നത് പോലെ ശ്രീ വെമ്പ നസീർ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. സ്പോൺസർ ഒരു കാര്യം ഒരു ഓപ്ഷനുമായി മുന്നോട്ട് വന്നു, എന്നാൽ പിന്നെ മെസ്സി വന്നോട്ടെ എന്ന് സർക്കാർ അങ്ങൊരു പച്ച പരവതാനി അങ്ങ് വിരിച്ചു കൊടുത്തു. അതെന്തോ ദൗർഭാഗ്യവശാൽ നടന്നില്ല എന്നങ്ങ് ലഘൂകരിച്ചങ്ങ് പറഞ്ഞു പോവുകയാണ്. ശ്രീ അൻസാർ, ഞാൻ ചർച്ച ശ്രദ്ധിക്കുകയായിരുന്നു. മെസ്സി കേരളത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു കേരളത്തിലെ ഏത് ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു സംഭവം തന്നെയാണ്. അത് സർക്കാർ ഇടപെട്ട് അത് കൊണ്ടുവരികയാണെങ്കിൽ അന്നത്തെ കായിക മന്ത്രിയുടെ ആ ഒരു പരിശ്രമത്തെയും അതിനുള്ള ശ്രമത്തെയും ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ 2-2.5 കൊല്ലമായില്ലേ മെസ്സി ഇതുവരെ കേരളം ഒന്ന് കേട്ടിട്ട് കൂടിയുണ്ടോ? മെസ്സി അതിനിടയ്ക്ക് ഇന്ത്യയിൽ വന്നില്ലേ, ഹൈദരാബാദിൽ വന്നില്ലേ, ഡൽഹിയിൽ വന്നില്ലേ, കൽക്കത്തയിൽ വന്നില്ലേ, ബോംബെയിൽ വന്നില്ലേ? മെസ്സിക്ക് എന്താ ഇന്ത്യയിലേക്കുള്ള വിമാനം കിട്ടാതെന്ന് വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിലേക്ക് വന്നില്ല? ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ പറ്റിയില്ല എന്ന് പറയുന്ന ആ ഒരു ലാഘവം ഇതിനകത്ത് നടന്നിട്ടില്ല. ആ ലാഘവത്തോടെ അല്ല കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ കായിക സെക്രട്ടറി എൻ പ്രശാന്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം നിയമപരമായി ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിന് സാങ്കേതികപരമായി ചെയ്യേണ്ട രീതിയിലല്ല സർക്കാരോ മന്ത്രിയോ ചെയ്തത് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. ഒന്നാമത്തെ കാര്യം, അർജന്റീനയെ പോലെയുള്ള ഒരു ടീമിനെ, ആ ടീം ലോകത്തുള്ള ഏത് ടീമുമായും, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏത് ടീമുമായിട്ടും ഫുട്ബോൾ കളിക്കാൻ അവർ തയ്യാറാണ്. അവർ ചോദിക്കുന്ന കാശ് കിട്ടിയാൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ, അവരുടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് മാത്രമാണ്. അവരുടെ ഏത് കളിക്കാരനും അവരുടെ ഫിഫ അനുവദിക്കുന്ന ടൈമിൽ ഏത് രാജ്യത്തും സന്ദർശനത്തിന് പോകും. അതുകൊണ്ടാണ് മെസ്സിയും റോഡ്രിഗോയും ഒക്കെ ഇന്ത്യയിൽ വന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അതിനെ സാങ്കേതികമായി കേരള ഫുട്ബോൾ അസോസിയേഷൻ വഴി, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വഴി, ഫിഫ വഴിയാണ് കേരളം ഔദ്യോഗികമായി അത് നീങ്ങേണ്ടിയിരുന്നത്. ആ ഒരു രീതിയിലേക്ക് പോകാതെ കായിക മന്ത്രി 2-3 സെക്രട്ടറിമാരെയും കൂട്ടി സ്പെയിനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഈ ചർച്ചകളെല്ലാം നടത്തിയിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിടുന്നു, മെസ്സി വരൂട്ടോ എന്ന് പറഞ്ഞിടുന്നു. ഇപ്പൊ ആ ടോ മാത്രമേ ഉള്ളൂ, വേറെ മെസ്സി ഇല്ല. ആ ഒരു അവസ്ഥയിലേക്കായി. അതിനുശേഷവും ന്യായീകരിക്കുന്നത്
മെസ്സി ഇവിടെ വരാത്തത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ കുഴപ്പം കൊണ്ടാണെന്നാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കുഴപ്പമൊന്നുമില്ല. അവർ ചോദിച്ച പൈസ ചോദിച്ച സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ അവര് പറഞ്ഞ സമയത്ത് അവർ വന്നേനെ. പക്ഷേ അതിന് തയ്യാറാകാതെ അവരെ പല ഗഡുക്കളായിട്ട് കൊടുക്കാം, പല രീതിക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പൈസ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈകിയത് കൊണ്ടാണ് അർജന്റീനയ്ക്ക് വരാൻ പറ്റാത്തത്. കാരണം ഒരു അന്താരാഷ്ട്ര ടീമിന് മറ്റു രാജ്യങ്ങളുമായി സൗഹൃദ മത്സരം കളിക്കാൻ ഫിഫ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ കഴിയൂ. കാരണം ഒന്നുകിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വേൾഡ് കപ്പോ യൂറോ കപ്പോ പോലുള്ള വലിയ ടൂർണമെന്റുകൾ ഇല്ലെങ്കിൽ മാത്രം, പിന്നീട് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലെ വിൻഡോകളിൽ മാത്രമാണ് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ അവസരം കൊടുക്കുന്നത്. അപ്പോ അർജന്റീനയെ പോലെ ഒരു ടീമിനെ കളിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ അവസരം ഒരുക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിന് അർജന്റീന ടീമിന്റെ സമയം നോക്കണം, സൗകര്യം നോക്കണം, എതിരാളികളായിട്ട് വരുന്ന ടീമിന്റെ. ഇപ്പൊ അർജന്റീനയ്ക്ക് വന്നിട്ട് ഇവിടുത്തെ സന്തോഷ് ട്രോഫി ടീമിന്റെ അടുത്ത് കളിക്കാൻ പറ്റില്ല. അവർക്ക് പറ്റുന്ന ഒരു ടീമിനെ വേണം കളിപ്പിക്കാൻ. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ ഖത്തറിനെയോ ഓസ്ട്രേലിയയോ ഒക്കെ അല്ലെങ്കിൽ ജപ്പാനെയോ ഒക്കെ എതിരാളികളായിട്ട് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ ആ വരുന്ന ടീമിനും പൈസ കൊടുക്കണം, അർജന്റീന ടീമിനും ഒക്കെ പൈസ കൊടുക്കണം. ഇതിനുള്ള ഒരു നീക്കവും നടത്താതെ മന്ത്രി പലപ്പോഴായിട്ട് ഫേസ്ബുക്കിലൂടെയും ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ മെസ്സി വരും കേട്ടോ എന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. മാത്രവുമല്ല, ഇതിനകത്ത് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ മെസ്സി അർജന്റീനയെ വിളിക്കുന്നത് മാത്രമല്ല, ഈ സ്പോൺസറെ കണ്ടെത്തുന്നത് പോലും സുതാര്യമല്ല എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞിരുന്നത് മന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇത് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ആണ് ഇതിനെ സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ലേ എന്ന് പറഞ്ഞ് ഓടിയപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്പോൺസർ വരുന്നു. ഇപ്പൊ ഒരു സംസ്ഥാനം കൂടി ഇടപെടുന്ന ഒരു കാര്യം, സർക്കാർ ഇടപെടുന്ന ഒരു കാര്യത്തിനകത്തൊരു സുതാര്യത വേണ്ടേ? അതിനൊരു സ്പോൺസറെ എടുക്കുമ്പോൾ 100 കോടി മുടക്കാൻ തയ്യാറായിട്ട് ഒരാൾ വരുമ്പോൾ അയാൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് അയാൾ വന്നതെന്ന് അറിയണ്ടേ? അതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ വരുന്ന 100 കോടി മുടക്കാൻ വരുന്നവൻ എന്തായാലും, ഞാനൊരു 10 രൂപ ബിസിനസ്സുകാരനാണെങ്കിൽ ഞാനൊരു 10 രൂപ എടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ചെലവാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ എനിക്ക് 15 രൂപയുടെ ലാഭം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ 100 കോടി രൂപ മുടക്കിയ ആൾക്ക് GST ഉൾപ്പെടെ 126 കോടി എന്നാണ് പറയുന്നത്. ഈ ഇത്രയും കോടി രൂപ മുടക്കിയ ആൾക്ക് എന്ത് സാമ്പത്തിക നേട്ടമാണ് കഴിഞ്ഞ സർക്കാർ നൽകാമെന്നോ ഏറ്റിരുന്നത് അല്ലെങ്കിൽ നൽകിയത് അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്? അതുകൂടി വ്യക്തമാണ്. അതാണ് അദ്ദേഹത്തിലേക്ക് തിരിച്ച് വരാം. ശ്രീ വെമ്പ നസീർ, അതാണ് ഈ സർക്കാർ നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യവും സൂചിപ്പിച്ചായിരുന്നു, അതായത് 210 കോടി രൂപ ആകെ ചിലവ്, 82 കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നു, 128 കോടി രൂപയുടെ ഒരു വലിയ അന്തരമുണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്പോൺസർ വരുമ്പോൾ എന്ത് നേട്ടമാണ് സ്പോൺസർക്കുള്ളത് എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ഒരു സാധാരണ ഒരു വ്യക്തി പോലും ചിന്തിച്ചു പോകും. എന്താണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് നേട്ടമുണ്ടാവുക? ഇതൊന്നും ചിന്തിക്കാതെയാണോ സർക്കാർ ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയത് എന്ന് എന്തായാലും അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ആരും വിചാരിക്കുന്നില്ല. അതിന് പിന്നിൽ കൃത്യമായി ഗൂഢാലോചനയുണ്ട്, മറ്റെന്തൊക്കെയോ കൃത്യമായ കാര്യങ്ങൾ നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളുണ്ട്. അതാണ് ശ്രീ അൻസർ അവിടെ ചൂണ്ടിക്കാണിച്ചത്. മെസ്സി ഒരു പക്ഷേ വന്നെങ്കിലോ സാർ, നിങ്ങൾ ഇങ്ങനെ പറയോ? മെസ്സി വന്നില്ലല്ലോ സാർ. വരാത്ത മെസ്സി ഇത് കേരളം മെസ്സി ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. മെസ്സി ഇത് അറിഞ്ഞോ? മെസ്സി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നു എന്ന് മെസ്സി ആ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ തമാശ അങ്ങയുടെ തമാശ എന്നല്ല, ഇത് കാര്യമാണ്. കാരണം അങ്ങയുടെ മന്ത്രി, അങ്ങയുടെ വി അബ്ദുറഹ്മാനും അങ്ങയുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങയുടെ ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ യോഗം വിളിച്ചതും മെസ്സിദ വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ ഫ്ലെക്സ് അടിച്ച് വെച്ചതും ചാനലിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ആനിമേഷൻ വീഡിയോസ് പുറത്തിറക്കിയതും മെസ്സി അറിഞ്ഞിട്ടില്ല സാർ. അതാണ് പ്രശ്നം. മെസ്സി വന്നു എന്നാ നിങ്ങൾ പിണറായി ഗവൺമെന്റിനെയും വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിങ്ങൾ അഭിനന്ദിക്കുമോ സാർ? ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം ഒരു പ്രസക്തിയും ഇല്ലാത്ത ചോദ്യം. ചരിത്രത്തിൽ ആദ്യമായി. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നില്ല. കാരണം എന്തിനാണ് ശ്രീ വെമ്പ നസീർ നമ്മൾ ഈ വസ്തുതകൾ നോക്കി സംസാരിക്കുന്നത്? വന്നിരുന്നുവെങ്കിൽ പോയിരുന്നുവെങ്കിൽ അതാണോ നമ്മുടെ ചോദ്യം? അല്ല, അപ്പൊ അങ്ങക്ക് അറിയാമായിരുന്നു വരില്ല എന്ന് അല്ലേ? അപ്പൊ ഇത് അങ്ങ് നേരത്തെ ഉറപ്പിച്ച് വരരുതേ എന്ന് UDF. എന്റെ ബോധ്യമല്ല ഇവിടുത്തെ പ്രശ്നം, എന്റെ ബോധ്യമല്ല. നിങ്ങൾക്ക് സുതാര്യത ഇല്ലായ്മ വന്നു. നിങ്ങൾ ഒരു കാര്യത്തിലും സാർ ഇവിടെ സുതാര്യത ഇല്ലാതെ പെരുമാറി. ഇവിടെയാണ് പ്രശ്നം. സാർ ഇവിടെ
ഇപ്പൊ LDF ഗവൺമെന്റ് അല്ല ഇപ്പൊ ഭരിക്കുന്നത്, UDF ഗവൺമെന്റ് ആണ്. നിങ്ങളെ സർക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പൊ അവിടെ പ്രളയത്തിൽ ആൾക്കാരെല്ലാം ദുരിത ക്യാമ്പിൽ കിടക്കുന്ന, ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, വരാം. നിങ്ങൾ അതൊന്നും ചർച്ചയ്ക്കെടുക്കാതെ ചത്ത കൊച്ചിന്റെ ജാതകം നോക്കുന്നത് പോലെ 6 മാസത്തേക്ക് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് മെസ്സി, അബ്ദുറഹ്മാൻ, സെക്രട്ടറി, അന്വേഷണം, അതുപോലെ പിന്നെ മന്ത്രാലയം എന്നും പറഞ്ഞ് നിങ്ങൾ 126 കോടി എന്നും പറഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ച നടത്തുന്നു. അങ്ങേക്ക് ആവശ്യമില്ലായിരിക്കും, കേരളത്തിലെ സാധാരണക്കാരന് ഇത് ആവശ്യമുള്ളതാണ് സാർ. ഇതിവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് സാർ. കാരണം അങ്ങേക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ല എന്ന് എനിക്ക് വ്യക്തമായി. രണ്ടാമത്തെ കാര്യം, പ്രളയത്തെക്കുറിച്ച് ഈ ചാനൽ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി തന്നെ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇനി അങ്ങേക്ക് ഇനി പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തണമെങ്കിൽ അങ്ങയുടെ ഓരോ ചർച്ചയുടെ ലിങ്കായി ഞാൻ അങ്ങേക്ക് വ്യക്തിപരമായി ഒരു നിമിഷം അങ്ങ് പാർട്ടി ക്ലാസ്സുകളിൽ പോയി ക്ലാസ് എടുക്കുന്ന പോലെ ഇവിടെ പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ. അതായത് ഈ പ്രളയവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനലിലൂടെ. അതല്ലാതെ മെസ്സി 128 കോടി രൂപയല്ലേ, അതങ്ങ് കളഞ്ഞേക്ക്, 6 മാസം മുൻപേ നടന്ന കാര്യമല്ലേ, അതെന്തിനാണ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്? അങ്ങയുടെ ബാലിശമായ ചോദ്യമാണ് അങ്ങ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലും ഒരൊറ്റ ചോദ്യത്തിന് ഈ ഇത്രയും സമയം ചർച്ച തുടങ്ങി 45 മിനിറ്റായി സാർ. ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അങ്ങാണ്. ഒരു ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു ചോദ്യത്തിന്? ഇപ്പോഴും അങ്ങ് പറയുന്നു മെസ്സി വലിയ കളിക്കാരൻ, ഇതൊക്കെ നമുക്കറിയാന്നേ, അതിൽ സംശയമൊന്നുമില്ല. ഒരു ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം പറയാൻ പറ്റുന്നു? അങ്ങക്ക് ഇപ്പൊ അങ്ങ് എന്താണ് ചോദിച്ചത്? അങ്ങക്ക് എന്താണ് ബുദ്ധിമുട്ട്? മെസ്സി വരാത്തതാണോ പ്രശ്നം? മെസ്സി വരാത്തതല്ല എന്റെ ബുദ്ധിമുട്ട്. എന്റെ പ്രശ്നം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചതാണ് പ്രശ്നം. അതിനാരും ഉത്തരം പറയും? അബ്ദുറഹ്മാനാണോ ഉത്തരം പറയേണ്ടത്? വേറെ ആരും ഉത്തരം പറഞ്ഞു? എന്ത് പറഞ്ഞു? എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്ന് അബ്ദുറഹ്മാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കത്തിടപാടൊക്കെ തന്നെ ഇപ്പോൾ ആ സ്പെഷ്യൽ റിപ്പോർട്ടിനകത്തുണ്ട് സാർ. എന്താണ് നടത്തിയതെന്നും എന്താണ് നടത്താൻ പാടില്ലാത്തത് നടത്തിയത് എന്നും ആ സ്പെഷ്യൽ റിപ്പോർട്ടിലുണ്ട് സാർ. എന്നിട്ടും മന്ത്രി പറയുന്നു ഇതാ ഞങ്ങളെല്ലാം സുതാര്യമാണെന്ന്. എവിടെ സുതാര്യം? എന്ത് സുതാര്യം? ഈ വകുപ്പ്, അതായത് സ്പോർട്സ് വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്ത ആ മന്ത്രി തന്നെ നേരിട്ട് പറയുന്നു 10 പൈസ ചില്ലിക്കാശ് പോലും ഖജനാവിൽ നിന്ന് ഈ മെസ്സി 13 ലക്ഷം രൂപ എന്ന് പറയുന്നത് 13 ലക്ഷം രൂപ എന്ന് പറയുന്നത് ശ്രീ വെമ്പായം നസീർ 13 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചില്ലിക്കാശാണോ അങ്ങേക്ക്? 13 ലക്ഷം രൂപ എടുത്ത് സ്പെയിനിൽ ഈ പറയുന്നത് പോലെ കുറച്ച് ആളുകളുമായി പോയി ഫുട്ബോൾ അസോസിയേഷനുമായി സംസാരിക്കാൻ പോയി എന്ന് പറയുന്നത് പൊതു ഖജനാവിൽ നിന്നാണ് സാർ എടുത്തത്, അല്ലാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല. ഒറ്റ സെക്കൻഡ് അങ്ങ് ഇടപെടരുത്. ഫോൺ എടുത്തിട്ട് ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ ഇരുന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് ഞാൻ വി അബ്ദുറഹ്മാനാണ്, കേരളത്തിൽ നിന്ന് വിളിക്കുകയാണ്, മെസ്സി അല്ലേ, 10-ാം തീയതി വന്നേക്കണേ, കളി വന്നേക്കണേ എന്ന് ഫോൺ വിളിച്ചാൽ മെസ്സി വരുമോ സാർ എന്ന് നിങ്ങൾ വിചാരിച്ചു സാർ? ഞാൻ എപ്പോഴും എനിക്ക് അങ്ങയോട് ചോദിക്കാൻ എനിക്ക് അങ്ങയോട് ചോദിക്കാൻ പോലും തോന്നുന്നു. കാരണം ഞാൻ എന്താണോ ചോദിക്കുന്നത്, അങ്ങ് എന്താണോ പറയുന്നത്, അങ്ങ് തന്നെ ദയവ് ചെയ്ത് ചിന്തിക്കൂ. അങ്ങ് ആഗ്രഹിക്കുന്ന ഉത്തരവൊന്നും എന്റെ വായില്ല സാർ. ഞാൻ ചോദിച്ചത് ഇന്നത്തെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ചോദിക്കുന്ന അവരുടെ ആശങ്കകളാണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങയുടെ മുൻപിൽ വയ്ക്കുന്നത്. അത് യാതൊരു വിലയുമില്ല. ആഗ്രഹിച്ചു മെസ്സി വന്നാൽ കൊള്ളാം, മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തി, ആവുന്നത്ര ശ്രമിച്ചു മെസ്സിയെ കൊണ്ടുവരാൻ. ജനങ്ങൾ ആഗ്രഹിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. ആര് ശ്രമിച്ചു സാർ? പക്ഷേ മെസ്സി വരാൻ, മെസ്സിയെ പോലത്തെ സൂപ്പർ താരമല്ലേ, മെസ്സിക്ക് വരാൻ കഴിഞ്ഞില്ല. അത് ജനങ്ങൾക്ക് അത് മനസ്സിലായി. ശ്രീ വെമ്പായ നസീർ, നിങ്ങൾക്ക് കിടന്ന് ആശങ്കപ്പെടുന്ന ഒരു നിമിഷം അങ്ങ് കേൾക്കൂ. അങ്ങ് പറഞ്ഞതുപോലെ മെസ്സിയെ കൊണ്ടുവരാൻ ആവതം ശ്രമിച്ചു എന്ന് പറയുന്നു. അങ്ങയുടെ വാക്ക് ഞാൻ അതുപോലെ കടമെടുത്ത് പറയുകയാണ്. മെസ്സി ഇവിടെ നിന്നും അബ്ദുറഹ്മാൻ ഫോണിലെടുത്ത് വിളിച്ച് മെസ്സി അടുത്ത മാസം 10-ാം തീയതി ഇവിടെ കളിയുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ വരുന്ന വ്യക്തിയല്ല മെസ്സി എന്ന ആദ്യം ബോധ്യം വേണ്ടത് നിങ്ങൾക്കും നിങ്ങളുടെ സ്പോൺസർക്കുമായിരുന്നു. അതുണ്ടായില്ല. സ്പോൺസറെ തെരഞ്ഞെടുത്തത് മുതൽ അടിമുടി ദുരൂഹത. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിമിഷം അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം കേട്ടല്ലോ.
അതിനുശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് പണമിടപാടായിക്കോട്ടെ, ഈ പറയുന്നത് പോലെ ബന്ധപ്പെട്ട രേഖകൾ നൽകുന്നതിനും വാങ്ങുന്നതിനും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരല്പമെങ്കിലും സുതാര്യത നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ അവിടെയാണ് സംശയം ഉയരുന്നത്. ഇത്രയും കോടി രൂപയുടെ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളും സ്പോൺസറുമായിട്ടുള്ള തമ്മിൽ ബന്ധം എന്താണ്? അവിടെ എന്ത് നിഗൂഢമായിട്ടുള്ള വാഗ്ദാനമാണ് നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളത്? അത് ചോദിക്കും സാർ. ഈ ഫുട്ബോൾ അസോസിയേഷൻ, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും ആ സ്പോൺസറും അങ്ങനെ എന്തെങ്കിലും അപാകത നടന്നിട്ടുണ്ടെങ്കിൽ അവർ മറുപടി പറയണം. അവർ അന്വേഷണത്തിന് മുമ്പ് ഹാജരാകണം. സംസ്ഥാന സർക്കാരിനെ എന്തിനാണ് സാർ നിങ്ങൾ വലിച്ചടയ്ക്കുന്നത്? ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നിങ്ങൾ എന്തിനാണ് വലിച്ചടയ്ക്കുന്നത്? മെസ്സി വരാൻ വേണ്ടി മെസ്സിക്ക് ഒരു സ്റ്റേജ് ഒരുക്കാൻ തയ്യാറായി കേരളം അതിനൊരു സ്റ്റേജ്. ശരി, എന്റെ തെറ്റാണ്. ഞാൻ വിചാരിച്ചിരുന്നത് അല്ലല്ല, ഒരു നിമിഷം, എന്റെ തെറ്റാണ്. കാരണം ഞാൻ കരുതിയിരുന്നത് ബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കായിക മന്ത്രി ആയിരുന്നു എന്നാണ് എന്റെ ഇതുവരെയുള്ള ബോധ്യം. എന്തായാലും തെറ്റാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ വരാം. ശ്രീ വൈശാൽ ഇവിടെ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങ് അങ്ങ് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ അവിടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും രൂപയുള്ള വഴിവിട്ട സഹായം പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. ശ്രീ വൈശാൽ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? കേൾക്കുന്നില്ല, വളരെ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ അൻസർ, അങ്ങ് നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കിയ ഒരു കാര്യമുണ്ട്, അവസാന വാക്കായിരുന്നു. അതായത് എന്ത് ഇടപാടാണ്, എന്ത് വാഗ്ദാനമാണ് നൽകിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ അത് അവിടെയും ഇവിടെയും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അതൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. എനിക്ക് നേരത്തെ നേരത്തെ ഒരു കണക്ഷൻ പ്രശ്നം കാരണം അത് സംസാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്റെ ചോദ്യം ഇത് തന്നെയാണ്. 100 കോടി രൂപ മുടക്കാൻ തയ്യാറായി ഒരാൾ വരുമ്പോൾ അയാൾക്ക് എന്ത് സാമ്പത്തിക ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഈ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത് എന്ന് കായിക മന്ത്രി പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇടപാട് ഇപ്പോൾ ഏറ്റവും വലിയ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഒരു സ്പോൺസറെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സ്പോൺസറുടെ പിന്നാമ്പുറവും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാനും ഒക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന, ഈ മന്ത്രിക്ക് മാത്രമല്ലല്ലോ വിവരമുള്ളത്, ഈ ബാക്കിയുള്ള നാട്ടുകാർക്കും വിവരമില്ലേ? നാട്ടുകാർ വെറും മണ്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് ചിന്തിക്കുന്നത് അന്ന് തന്നെ മെസ്സിയുടെ കാര്യം ഉയർന്നു വന്നപ്പോൾ തന്നെ, പുതിയ സ്പോൺസർ വന്നപ്പോൾ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കായിക മന്ത്രി അന്ന് പറഞ്ഞത് വളരെ എല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് നടത്തിയതാണ്, ഞാനാണ് പോയി ചർച്ച നടത്തുന്നത്, ഞാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആയി ചർച്ച നടത്തി, എനിക്ക് മെയിൽ ചെയ്തു, ഇതൊന്നും ഇങ്ങനെയല്ല നടത്തേണ്ടത് എന്നുള്ളതാണ് ആധികാരികമായ രീതി. ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ കായിക മന്ത്രി അല്ല പോയി ചർച്ച നടത്തേണ്ടത്. നേരത്തെ ചർച്ചയിലുണ്ടായിരുന്ന സഹ പാനലിസ്റ്റ് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ അസോസിയേഷനും പിന്നെ സ്പോൺസറും മറുപടി പറയട്ടെ എന്ന്. ശരിക്കും സ്പോൺസർ ചർച്ചയിൽ പങ്കെടുത്തു, ഫുട്ബോൾ അസോസിയേഷൻ ചർച്ചയിൽ പങ്കെടുത്തോ? കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് പോട്ടെ, അവർക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. ഇനി ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഫിഫയിലെ ഏതെങ്കിലും, ഫിഫയുടെ ഒരു മത്സരം ഇന്ത്യയിലല്ല എവിടെ വെച്ച് നടത്തണമെങ്കിലും അതത് ദേശീയ ഫെഡറേഷനുകളുടെ അനുമതിയോടുകൂടി മാത്രമേ, മാച്ച് രജിസ്ട്രേഷനോടുകൂടി മാത്രമേ നടത്താനാകൂ എന്നുള്ള ഒരു സാമാന്യ ബോധം വേണ്ടേ? ആ ഒരു ബോധമില്ലാതെ ഈ അവര് മറുപടി പറയട്ടെ എന്ന് പറയാൻ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയെങ്കിലും നടത്തിയോ? ഇവിടുത്തെ കായിക മന്ത്രിയും ഇവിടുത്തെ കായിക സെക്രട്ടറിയും ഒക്കെ ചേർന്നിട്ടാണ് സ്പെയിനിൽ ടൂർ അടിക്കാൻ പോയതും അവിടെ ചെന്ന് ചർച്ച നടത്തിയെന്ന് പറയുന്നതും. ആ മന്ത്രിമാര് വിദേശയാത്ര നടത്തുന്നതൊന്നും തെറ്റാണെന്നൊന്നും പറയുന്നില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് ആ ഒരു കാര്യം നടത്തിയിട്ട് വരണം. അതിനെയാണ് മിടുക്കെന്ന് പറയുന്നത്. അല്ലാതെ ആ പണ്ടാരാണ്ടോ കൊല്ലത്ത് പോയതാണ്, പോയിട്ട് അവിടെ ചെന്നിട്ട് മുട്ടിലെ പൊടിയും നെട്ടി തിരിച്ചു വന്നിട്ട് കാര്യമില്ല. അത് അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ യാത്ര പരാജയമായിരുന്നുവെന്ന്. അങ്ങനെയുള്ള ഒരു പരാജയപ്പെട്ട ഒരു യാത്രയാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഗുരുതരമായ ആരോപണം സ്പോൺസർ കണ്ടെത്തിയതിനകത്ത് സുതാര്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും കോടി രൂപയൊക്കെ എടുത്ത് മറിക്കാൻ ഒരാൾ വരുമ്പോൾ അത് എന്തിനാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം അന്നത്തെ കായിക മന്ത്രിക്കോ അന്നത്തെ മുഖ്യമന്ത്രിക്കോ അന്നത്തെ മന്ത്രിസഭയ്ക്കോ ക്യാബിനറ്റിനോ ഇല്ലാതെ പോയി എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അതിലും വലിയത് എന്തോ അവിടെ ഉണ്ടായിരുന്നു, എന്തോ ഒരു വലിയ രഹസ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഒരു സാമാന്യ ബോധമുള്ള മലയാളി എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല, നമ്മുടെ കായിക രംഗത്തിന്റെ പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം
കഴിഞ്ഞ ഈ മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്ന കഴിഞ്ഞ 2.5 കൊല്ലം മുമ്പാണ് ശ്രമം തുടങ്ങിയത്. ഈ 2.5 കൊല്ലം മുമ്പുള്ള കേരളത്തിന്റെ കായിക രംഗത്തുള്ള ഒരു കായിക രംഗത്തിന്റെ ഒരു നേർചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു കായിക ഇനത്തിൽ പോലും കേരളത്തിന് മികവ് കാണിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്തായിരുന്നു ആ അവസ്ഥയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചാൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ സംസ്ഥാനത്തെ കായിക ഹോസ്റ്റലുകളിൽ ഉൾപ്പെടെയുള്ള കായിക പുതിയ തലമുറയ്ക്ക് കൃത്യമായ രീതിയിലുള്ള മെനു അനുസരിച്ചുള്ള ഫുഡോ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ ആവശ്യത്തിനുള്ള കോച്ചുമാരോ അല്ലെങ്കിൽ കൃത്യമായ കേരളം എന്ന് എഴുതിയ ഒരു ജേഴ്സി അണിഞ്ഞ ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനോ കേരളത്തെ മാന്യമായി പ്രതിനിധീകരിക്കാനോ കഴിയാത്ത റെയിൽവേയിൽ ട്രെയിൻ ടിക്കറ്റ് പോലും കിട്ടാതെ ബോഗികളിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ബോഗികളിൽ തറയിൽ പേപ്പർ വിരിച്ച് കിടന്ന് പോകേണ്ടി വരുന്ന കേരളത്തിന്റെ കായിക താരങ്ങളുടെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരായിരുന്നവരാണ് മെസ്സിയെ കൊണ്ടുവന്ന് ഇവിടെ വിപ്ലവം നടത്താം, കായിക വിപ്ലവം നടത്താം എന്ന് പറയുമ്പോൾ ശരിക്കും ബോധമുള്ളവർ ആരെങ്കിലും നിങ്ങൾ ഇതല്ല ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കായിക പ്രതിഭകൾക്ക് കൃത്യമായിട്ട് അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതെ ആ പൈസ ഈ 13 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാസം നമ്മുടെ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഫുഡ് കൊടുക്കാമായിരുന്നു. ആ പൈസ എടുത്തിട്ടാണ് പാവപ്പെട്ട കുട്ടികളുടെ അന്നം മുടക്കിയിട്ടാണ് മന്ത്രി യൂറോപ്പിൽ ടൂർ അടിക്കാൻ പോയതും അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവന്ന മെസ്സി ചെയ്യുന്ന ഫേസ്ബുക്കിൽ വലിയ മെസ്സി വരും ടോ എന്ന് എഴുതി ഒരു അതിശയം ഇട്ടത്. അതിശയം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു, കാരണം മെസ്സി വരില്ല എന്നുള്ളത് ഇത്രയും യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കുന്ന ഒരു കായിക മന്ത്രിയാണ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഉള്ള ലജ്ജ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ശരി, ശ്രീ വൈശാൽ അങ്ങേക്ക് കേൾക്കുന്നുണ്ടോ? ശ്രീ വൈശാൽ കേൾക്കുന്നുണ്ടോ? ശബ്ദം അങ്ങോട്ട് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല. ശരി, നോക്കൂ, ഈ ഇപ്പോഴത്തെ കായിക മന്ത്രി ഒ ജെ ജനീഷ് ഈ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പലയിടത്തും പരിശോധന നടത്തുമ്പോൾ വലിയ ക്രമക്കേടാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കാമോ? ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ശ്രീ വെമ്പ നസീർ, അവസാനമായി അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വലിയ തുകയൊക്കെ മുടക്കി വലിയ രീതിയിലുള്ള ആർഭാടങ്ങളൊക്കെ നടത്തുകയാണ്. ശ്രീ അൻസാർ ഇവിടെ 2 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സ്കൂളുകളിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനത്തെ കായിക താരങ്ങൾക്ക് മുൻ സർക്കാർ എന്ത് ഇടപെടലാണ്, എന്ത് കാര്യമാണ് അവർക്ക് വേണ്ടി ചെയ്തത്? ഇതൊന്നും ചെയ്യാതെ നമ്മുടെ മുറ്റത്തെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആദ്യം നമ്മുടെ കാര്യമല്ലേ ആദ്യം നോക്കേണ്ടിയിരുന്നത്? ശ്രീ നസീർ, അങ്ങേക്ക് പറയാം. ഇവിടെ നമ്മൾ ലജിന് എനിക്ക് വളരെ വിനയത്തോടെ ഒരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ നമ്മുടെ നാട് ഈ പ്രളയത്തിലും ഈ ഉരുൾപൊട്ടലിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ വീട് നഷ്ടപ്പെട്ട് അവർക്ക് കയറി കിടക്കാൻ നിവൃത്തിയില്ലാതെ അവർ ക്യാമ്പിൽ കിടക്കുകയാണ്. 2 ദിവസം മുമ്പ് ഒരു അമ്മ, അന്നാ ഞാനിതിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, അത് കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നതുമല്ല, ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു. ഒരു കുട്ടി വന്നിട്ട് കാലത്ത് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് എന്തോ കൊടുത്ത്, ഇതൊക്കെ കൃത്യമായ സമയത്ത് അതത് വേണ്ടപ്പെട്ട ആളുകൾ അധികൃതർ ഇടപെട്ട് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അങ്ങ് ഇവിടെ ആക്രോശിച്ചതുകൊണ്ടോ അങ്ങ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇതൊന്നും ഇല്ലാതെയാകുന്നില്ല. ശ്രീ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാർ, നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രളയത്തിൽപ്പെട്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. മുതലപ്പൊടി നിങ്ങൾ എന്ത് ചെയ്തു? 2 പേര് എന്തെങ്കിലും അറിയുന്നുണ്ടോ സാർ? 10 വർഷം അധികാരത്തിന്റെ പുറത്ത് കയറിയിരുന്നതല്ലേ? 10 വർഷം അധികാര കസേരയുടെ ആ സുഖം പറ്റിയിരുന്നവരല്ലേ? 10 വർഷം. ശ്രീ വെമ്പ നസീർ, അങ്ങ് മുതലപ്പൊടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ശ്രീ വെമ്പ നസീർ അങ്ങ് ഒരു നിമിഷം അങ്ങ് മുതലപ്പൊടിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് 10 വർഷം അധികാര കസേരയുടെ സുഖം പറ്റിയിരുന്നവരല്ലേ? മുതലപ്പൊടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടായിരുന്നു? അതിനെ കുറിച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് അങ്ങ് പോകാതിരിക്കുന്നതാണ് അങ്ങേക്കും അങ്ങയുടെ മുന്നണിക്കും നല്ലത്. എന്റെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ എന്ത് കാര്യം ചെയ്തു? സംസ്ഥാനത്തെ കായിക പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഇതാ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നു. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം അങ്ങ് ശോഭിക്കരുത്, വളരെ വിനയത്തോടെ ഞങ്ങൾ ചോദിക്കണം സാർ. ഭരണ പരാജയം
മറക്കാനല്ലേ സാർ നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ച ശ്രീ കൊണ്ടുവരുന്നത്? വെമ്പാൻ ജനങ്ങളെ നസീർ, കണ്ണിൽ അങ്ങേക്ക് പൊടിയിടാൻ- വിഷയദാരിദ്ര്യമാണ് സാർ. അല്ല, ജനങ്ങളെ വിഷയദാരിദ്ര്യമാണ്. കണ്ണിൽ പൊടിയിടാൻ- വെറും അങ്ങേക്ക് വിഷയദാരിദ്ര്യമാണ്. അങ്ങേക്ക് ഒരൊറ്റ കാര്യത്തിന് തൊഴിലാളികളെ കാണാതായിട്ട് ദിവസങ്ങളായി നിങ്ങൾ ചർച്ച ഒരു മണിക്കൂറോളം ആകുന്ന ജനങ്ങൾക്ക് ഒരു കാര്യത്തിനും അങ്ങേക്ക് മറുപടിയില്ല. ഒരു കാര്യത്തിനും മറുപടിയില്ല. ശ്രീ വെമ്പാൻ നസീർ, ഒരു കാര്യത്തിനും മറുപടിയില്ല, ഒരു കാര്യത്തിന് വ്യക്തതയില്ല. ഈ അങ്ങയുടെ സർക്കാർ എന്താണോ കേരളത്തിൽ ചെയ്തത് അതേ നിലപാടോടെ അങ്ങ് വന്നിരിക്കുന്നു. ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, അങ്ങേക്ക് ഉത്തരവില്ല. അങ്ങ് വീണ്ടും മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലല്ല, നമുക്ക് അതിനു വേണ്ടിയുള്ള സമയമൊന്നുമില്ല. അങ്ങേക്ക് ഒരു പോയിന്റിൽ പോലും അങ്ങേക്ക് പറയാൻ ഉത്തരവില്ല. ശരിയല്ല. അന്വേഷിക്കണം. ബി അബ്ദുറഹ്മാന്റെ പേര് നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കുകയാണ്. അതിന് മുൻപുള്ള റിപ്പോർട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. അതിന് പോലും ഉത്തരമില്ലാതെ, അതിന് പോലും ഉത്തരമില്ല സാർ. അതിന് പോലും ഉത്തരമില്ല. ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിന് പോലും മറുപടിയില്ല. ഇതാ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് ഇരവാദം ഉയർത്തുകയല്ലാതെ ഒരൊറ്റ കാര്യത്തിന് ഉത്തരവില്ല. സ്വാഗതം ചെയ്യുന്നു. ഒന്നും പറയാനില്ല സാർ, ഒന്നും പറയാനില്ല. അന്വേഷണം വരട്ടെ. ആരൊക്കെയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് എന്ന് പുറത്തു വരട്ടെ. അങ്ങ് വെയിറ്റ് ചെയ്യൂ. എന്തായാലും വളരെയധികം നന്ദി. 3 പേർക്കും ബിഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ജയ്.